മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നവയിൽ. എൻ്റെ കേരളത്തിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, അങ്ങനെ നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്ത് നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു രാഷ്ട്രീയ മാമാങ്കം തീർന്നിരിക്കുകയാണ്. കാത്തിരിപ്പിനൊടുവിൽ എന്ത് സംഭവിക്കും എന്ന് ഒരാൾക്കും പറയാൻ പറ്റാത്ത അവസ്ഥ. കഴിഞ്ഞ 2 തവണയായി ഭരിക്കുന്ന ഇടതുപക്ഷമായിരിക്കുമോ, അട്ടിമറിച്ച് കോൺഗ്രസ് ആയിരിക്കുമോ, അതോ BJP മുന്നേറുമോ, ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. പക്ഷേ എല്ലാവർക്കും പ്രതീക്ഷയാണ്. അങ്കത്തട്ടിൽ പലരും ചുരിക തേച്ചു മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആരെങ്കിലും വന്ന് ചന്തുവിനെ ചതിച്ചതുപോലെ മാറ്റച്ചുരിക പണിയുമോ അതറിയില്ല. പക്ഷേ ഒന്നുറപ്പാണ്, കഴിഞ്ഞ 2 തവണത്തെ പോലെ അല്ലെങ്കിൽ കഴിഞ്ഞ 3 തവണത്തെ പോലെ ഒരു സുനിശ്ചിത വിജയം അത് അസാധ്യമാണ് എന്ന് തോന്നുന്നു. മത്സരിച്ച ഏകദേശം 600-ൽ പരം വ്യക്തികളുടെ നെഞ്ചിടിപ്പിന്റെ ദ്രുതതാളം നമുക്ക് റോഡുകളിൽ കേൾക്കാം. ദേവി ദേവപ്രസാദത്താൽ ചിരിക്കുന്ന മുഖങ്ങളും കൊടുങ്ങല്ലൂരമ്മയുടെ മാറിടത്തിൽ നിറഞ്ഞാടിയ രൗദ്രഭാവങ്ങളെയും നമുക്ക് 4-ാം തീയതി കാണാം. ജയിച്ചാലും തോറ്റാലും ഒന്നുറപ്പാണ്, ഖദർമുണ്ടും ഖദർ ഷർട്ടും നിങ്ങളുടെ ശരീരത്തിന് ഒരു ചേല് തന്നെ. ഇന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഈ 600 പേർ കാത്തിരിക്കുന്നത് തൻ്റെ വിജയകാഹളം മുഴക്കുന്നതിനു വേണ്ടി. അതിൽ കാഹളധ്വനികൾ തീർക്കാൻ വിധിക്കപ്പെട്ടവർ വെറും 140. ഇവിടെ ഒരു ചോദ്യം ബാക്കി. ഈ വരണ്ട കാലാവസ്ഥ അല്ലെങ്കിൽ വരാനിരിക്കുന്ന മഴ ആർക്കു വേണ്ടിയാണ്? കോൺഗ്രസിനു വേണ്ടിയോ അതോ ഇടതുപക്ഷത്തിനു വേണ്ടിയോ? എന്തു തന്നെയായാലും ഒരു കാര്യം ഉറപ്പാണ്, വിജയം ഈ തവണ ഒരു ഈസി അല്ല. എൻ്റെ ഒരു ചെറിയ കാൽക്കുലേഷനിൽ LDFന് 68 സീറ്റ് മുതൽ 73 സീറ്റ് വരെ ലഭിക്കുവാനുള്ള ചാൻസ് ഉണ്ട്. കോൺഗ്രസിന് 62 സീറ്റ് മുതൽ 66 സീറ്റ് വരെയും BJPക്ക് 4 സീറ്റ് മുതൽ 7 സീറ്റ് വരെയും ലഭിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. മാറ്റങ്ങൾ എന്തു വേണമെങ്കിലും ആവാം. ഇത് ഒരു ഇന്ത്യൻ പൗരനായ ഈ സന്തോഷ് ആലപ്പാട്ടിന്റെ ഒരു അഭിപ്രായം മാത്രം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഉറപ്പാണ്, ഈ തവണ കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും ഇടതുപക്ഷം അധികാരത്തിൽ വന്നാലും 2031-ൽ മഴ കാത്തിരിക്കുന്നത് BJPക്ക് വേണ്ടിയായിരിക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.